കടുത്ത വേനലിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്നൊരു കാലാണ്. എന്തൊരു ചൂടാണല്ലേ! ഈ ചൂടത്ത് എല്ലാ ചെടികളും പൂക്കളും കണ്ണടയ്ക്കുമ്പോൾ ഒരു ചെടി മാത്രം കാര്യമായിട്ട് വിടർന്നു നിൽക്കുന്നുണ്ട്. ബൊഗെയിൻ വില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ നിറച്ച് ബൊഗെയിൻ വില്ല പൂക്കളുള്ളൊരു കാലാണ്. ഈ ബൊഗെയിൻ വില്ല ചെടിക്കൊരു ചരിത്രമുണ്ട്. ഈ ബൊഗെയിൻ വില്ല എന്ന് പറയുന്ന ഒരു ജനുസ് കണ്ടെത്തുന്നത് 1767 ഫിലിബർട്ട് കോമിക്കോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ബോട്ടണിസ്റ്റാണ് ഇത് കണ്ടെത്തുന്നത്, ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ. ഈ മനുഷ്യൻ ഇത് കണ്ടെത്തിയിട്ട് അതിനിട്ട പേര് ബൊഗെയിൻ വില്ല എന്നാണ്. അതെന്താണ് അങ്ങനെ പേരിടാൻ കാരണം? അത് അങ്ങേരുടെ സുഹൃത്തിന്റെ പേരാണ്. ലൂയി ദെ ബൊഗെയിൻ വില്ല എന്നായിരുന്നു കൂട്ടുകാരന്റെ പേര്. ആ കൂട്ടുകാരന്റെ പേരാണ് ആ ചെടിക്കിട്ട് കൊടുത്തത്, സ്വന്തം പേരല്ല. ഒരുപക്ഷെ മനുഷ്യൻ ഭൂമിയിലുള്ളിടത്തോളം കാലം ഓർക്കുന്നത് ഈ ഫിലിബർട്ടിനെയല്ല, ബൊഗെയിൻ വില്ലയാണ്. എത്ര വലിയ മനസ്സാണല്ലേ! തന്റെ പേര് അനശ്വരമാകാൻ കാരണമാകുന്ന ഒരു കണ്ടുപിടുത്തത്തിന് തന്റെ സുഹൃത്തിന്റെ പേരിട്ട് കൊടുത്തിട്ട് അവന്റെ നാമം അനശ്വരമാകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ്. അതാണ് ബൊഗെയിൻ വില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് കാണുന്ന ആ പൂക്കള്, ആ ചെടി. ഈ ചെടി നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്നിട്ടത് എത്ര കടുത്ത വേനലിലും ചിരിച്ചു നിൽക്കാൻ പഠിക്കുക, എത്ര കടുത്ത നോവിലും നിവർന്നു നിൽക്കുക, ഏതു കടുത്ത വേദനയെയും അതിജീവിക്കുക, ഏതു സങ്കടകാലത്തിനപ്പുറത്തേക്കും പ്രതീക്ഷയോടെ മുന്നോട്ടു പോകാനാകുമെന്ന് മനുഷ്യരെ പഠിപ്പിക്കുക. മനുഷ്യര് പോലും വാടിക്കരിയുന്നൊരു കാലത്ത് ഈ ചെടി ഇങ്ങനെ നിറഞ്ഞ പൂക്കളുമായിട്ട് നിൽക്കുകയാണ്. നമ്മോട് പറയാനുണ്ട്, വാടരുത്. ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിൽ, സഹനങ്ങളിൽ, പരീക്ഷണങ്ങളിൽ, സങ്കടങ്ങളിൽ, വേവുകളിൽ, നോവുകളിൽ വാടരുത്. ജീവിതത്തെ നേരിടണം, പുഷ്പിക്കണം, ചിരിക്കണം, നിവർന്നു നിൽക്കണം. നിറഞ്ഞ പുഞ്ചിരിയോടെ ഈ കനത്ത കാലത്തെ നേരിടണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് കുറെ കൂടി മധുരമുണ്ടാവുക. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ സർവ്വസുഗന്ധികളെ പോലെയാവുക.